വലിയ സന്തോഷം വീണ്ടും പാടി വരുന്നത്. അത് ഗുരുവായൂരപ്പൻ്റെ കൃപയാണ്. പിന്നെ നിങ്ങളെല്ലാം നമ്മുടെ സുഹൃത്തുക്കളായിട്ട് നിങ്ങളെല്ലാം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതുകൊണ്ട് സ്റ്റിൽ കണ്ടിന്യൂ ചെയ്യുന്നു. അതിങ്ങനെ തുടർന്ന് പോവുകയാണ്. ഭഗവാൻ നിശ്ചയിക്കുന്നവരെ ഞാൻ പാടും. അത്രന്നെ ഗുരുവായൂരപ്പൻ. ഇതിങ്ങനെ വന്ന് നിങ്ങൾ വന്ന് നിങ്ങളോട് നന്ദി വേണം. നിങ്ങൾ വന്നിട്ട് ഇരുന്നില്ലേ ഇത്ര കഷ്ടപ്പെട്ട്. അത് നന്ദി. ഞങ്ങൾ കേൾക്കാനല്ലേ ഞങ്ങളുടെ ആഗ്രഹം കൊണ്ട് ഓടി വരുന്ന. അല്ല എന്നാലും വരാൻ വന്ന് എനിക്ക് നല്ല കാര്യമില്ല. നിങ്ങൾ തിരിച്ച് ഗുരുവായൂര് അത്രയും ഉള്ളിൽ തൊട്ട് പാടുന്നതാണ്, ഉള്ളിൽ നിന്ന് അത്രയും അടുത്ത് നിൽക്കുന്നതുമാണ് അല്ലേ? പിന്നെ ഗുരുവായൂർ അതില്ലാണ്ടില്ല. ഇപ്പം രാത്രി വീട്ടിൽ പോയാലും ശരി, രാത്രി കിടന്നുറങ്ങുന്നതിന് മുമ്പ് ഗുരുവായൂരപ്പനെ പ്രാർത്ഥിച്ചിട്ടുള്ളൂ. ആ ഗുരുവായൂരപ്പനെ ഞാൻ കൃഷ്ണ ഗുരുവായൂരപ്പെന്ന് പ്രാർത്ഥിക്കും, രക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കും, അനായാസേന വരണമെന്ന് പ്രാർത്ഥിക്കും. അറിയില്ലേ? അങ്ങനെ എൻ്റെ ജീവൻ ഞാൻ കാറ്റിൽ വയ്ക്കും ഭഗവാന്റെ. എന്ത് ചെയ്യുക? വരുന്ന സംഗീത സംവിധായകരൊക്കെ ഇപ്പോൾ വീണ്ടും പാട്ടുമായി വരുമ്പോൾ അവരോട് പറയുന്നതും അവരുടെ സന്തോഷത്തിൽ ചേരുന്നതും തന്നെ മഹാഭാഗ്യം. തീർച്ചയായിട്ടും മഹാഭാഗ്യം. ഞങ്ങളുടെ തലമുറയിലെയും ഞങ്ങളുടെ മുന്നത്തെ തലമുറയിലെയും വരുന്ന തലമുറയുടെയും ഒക്കെ അത്രയും പ്രിയപ്പെട്ട ആളാണ്. അത് ഭഗവാൻ വളരെ സന്തോഷം. അങ്ങനെ നിങ്ങൾ താങ്ക്സ്, ഒരുപാട് താങ്ക്സ് പറയുന്നു. കൂടുതൽ പാട്ട് വരട്ടെ. അത് ഭഗവാൻ തീരുമാനിക്കട്ടെ. പിന്നെ ഗുരുവായൂർക്ക് ഇങ്ങനെ തിരിച്ചു വന്നിട്ട് ഗുരുവായൂർക്ക് പോയിരുന്നോ അടുത്ത ദിവസങ്ങളിൽ? അടുത്ത് പോയിട്ടില്ല. എൻ്റെ വീട്ടിൽ മരിച്ച പെലയുണ്ട്. വലിയ സന്തോഷം. ഗുരുവായൂരപ്പനും ജയേട്ടൻ്റെ ഗാനവും തമ്മിലുള്ള ഒരു ബന്ധം എങ്ങനെയാണ്? ഞാൻ വിചാരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ അവിടുത്തെ ശംഖമാണ് എൻ്റെ കണ്ഠം എന്നൊരു ഒരു പാട്ടിലുണ്ട്, പുഷ്പാഞ്ജലി. അപ്പോൾ ഭഗവാന്റെ എൻ്റെ ശബ്ദം, ഭഗവാന്റെ കംപ്ലീറ്റ് അവിടുത്തെ ശംഖമാണ് എൻ്റെ കണ്ഠം. ഗുരുവായൂരപ്പൻ്റെ ഇതാണ് എൻ്റെ കണ്ഠം എന്ന് വിശ്വസിക്കുന്ന ആളാണ്. എന്തുണ്ടെങ്കിലും ഞാൻ ഗുരുവായൂരപ്പൻ, എന്ത് കഷ്ടം വന്നാലും നല്ലത് വന്നാലും ഒക്കെ എല്ലാത്തിനും ഞാൻ ഗുരുവായൂരപ്പനെ ആദ്യം ഗുരുവായൂരപ്പനെ മുമ്പിൽ നിർത്തിക്കൊണ്ടോ എല്ലാം ചെയ്യുള്ളൂ. ഇവൻ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് വരെ ഗുരുവായൂരപ്പനെ കഴിച്ചിട്ട്. നമ്മൾ ഓരോ ജീവിതത്തിൽ ഓരോ അനുഭവങ്ങളുണ്ടാവും. ഓരോ ഈ ദൈവങ്ങളെ ഇപ്പോൾ ദേവിയിലേക്ക് ഗുരുവായൂരിലേക്ക് അടുപ്പിക്കുന്ന അനുഭവങ്ങളുണ്ടാവുമല്ലോ. അത്തരത്തിലുള്ള അനുഭവം എന്താണ് ഗുരുവായൂർ ഭക്തിയിലേക്ക് പറയാൻ കഴിയും? അത് അങ്ങനെയാണ്. നമ്മൾ അടുത്തല്ലേ ഗുരുവായൂർ, വടക്കുന്നാഥൻ ഇപ്പുറത്ത് തൃശ്ശൂർ വടക്കുന്നാഥനുണ്ട്. പക്ഷെ എന്നാലും അവിടെയും തൊഴാറുണ്ട്. അവിടെ നിന്ന് ഇങ്ങോട്ടാണ് ഗുരുവായൂരപ്പൻ്റെത്. അത് നിങ്ങൾക്ക് ചില ഇത്രയും വലുതാവുന്നതിന് മുമ്പ് ചെറിയ ഗുരുവായൂർ അമ്പലം എനിക്ക് ഓർമ്മയുണ്ട്. തിരക്കുല ഒരു അമ്പലം മാത്രം, ചെറിയൊരു അമ്പലം മാത്രം. പിന്നെ എത്രയും പോയത് ആ കമാരിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ അതിൽ ജീവിതത്തിന്റെ ഓരോ പ്രതിസന്ധികളും കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ അതൊരു നിമിത്തമായിരിക്കാം ഗുരുവായൂരപ്പൻ്റെ. അദ്ദേഹം എല്ലാം പറയുന്നു, എല്ലാം ഞാൻ എല്ലാം ചെയ്യുന്നു. പാട്ട് പാടുക. ഞാൻ എപ്പോഴും തൊഴുതുകൊണ്ടിരിക്കും വീട്ടിൽ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിളക്ക് കൊളുത്തിയാൽ നിർബന്ധമാണ്. വീട്ടിൽ വൈഫ് ഭാര്യ വിളക്ക് കൊളുത്തി അവിടെ നമ്മൾ പോയിരിക്കും, കുറച്ച് നേരം ധ്യാനിച്ചിരിക്കും, നമസ്കരിക്കും.